പ്രസന്റ് ടെൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സെമി മോഡൽ വെർബാണ് ഹാവ് ടു. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ നമ്മൾ ഹാഡ് ടു ഉപയോഗിക്കും. ചെയ്യണം, ചെയ്യേണ്ടതുണ്ട്, അതെല്ലാമാണ് ഇതിനർത്ഥം. മസ്റ്റ്, നീഡ്, ഈ രണ്ട് മോഡൽ വെർബ്സിന്റെ ഏതാണ്ട് അതേ മീനിങ് തന്നെയാണ് ഹാവ് ടുവിനുള്ളത്. പക്ഷെ നമ്മളത് ഉപയോഗിക്കുന്ന സ്ട്രക്ചേഴ്സ് ഡിഫറെൻ്റ് ആണ്. ഗ്രാമറിൽ ഡിഫറൻസ് ഉണ്ട്. ഹാവ് ടു ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് അതെങ്ങനെ എവിടെയെല്ലാം ഉപയോഗിക്കാം അതാണ് നമ്മൾ ഇന്നത്തെ ലെസണിൽ നോക്കുന്നത്. വീഡിയോ മുഴുവൻ കാണുക. ഇത് യൂസ്ഫുൾ ആയി തോന്നുന്നവർ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് കഴിഞ്ഞ ലെസന്റെ ഹോംവർക്ക് ഒന്ന് നോക്കാം. അവളുടെ കേൾവി ശക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഒരവസ്ഥയിൽ നിന്ന് കൂടുതൽ മോശമായ ഒരു അവസ്ഥയിലേക്കുള്ള മാറ്റങ്ങളെ കുറിച്ച് പറയാൻ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന വെർബ് ഗോ ആണ്. അപ്പോൾ അവളുടെ കേൾവി ശക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് നമ്മളിത് പറയുന്നത്. ഷീ ഈസ് ഗോയിങ് ഡഫ്. ഇനി കാഴ്ചശക്തിയാണ് നഷ്ടപ്പെടുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഷീ ഈസ് ഗോയിങ് ബ്ലൈൻഡ്. മുടി നരയ്ക്കുന്നതിനെ കുറിച്ച് പറയാം, ഷീ ഈസ് ഗോയിങ് ഗ്രേ എന്ന് പറയാം. റോഡിൽ വെച്ച് നിങ്ങളുടെ ടയറിന്റെ കാറ്റ് പോയാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു ഇമാജിനറി സിറ്റുവേഷൻ ആണ്. നമുക്കിത് ടൈപ്പ് 2 കണ്ടീഷണൽ ഉപയോഗിച്ച് പറയാം. ടൈപ്പ് 1 ഉപയോഗിച്ചാൽ തെറ്റില്ല, പക്ഷേ ഇതൊന്നും ഡെയിലി സംഭവിക്കുന്ന കാര്യങ്ങളല്ല. അതായത് സാധ്യത കുറവുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ പോസിബിൾ ആണെങ്കിൽ പോലും നമുക്ക് ഇതുപോലെ സംഭവിക്കാൻ സാധ്യത കുറവുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാൻ ടൈപ്പ് 2 കണ്ടീഷണൽ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലത്. നിങ്ങൾ എന്ത് ചെയ്യും? വാട്ട് വുഡ് യു ഡു? ടൈപ്പ് 2 കണ്ടീഷണലിന്റെ ഫോം അറിയാമല്ലോ. ഈഫ് ക്ലോസിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ്, മെയിൻ ക്ലോസിൽ വുഡ് പ്ലസ് V1. വാട്ട് വുഡ് യു ഡു? നിങ്ങളുടെ ടയറിന്റെ കാറ്റ് പോയാൽ. നമുക്കിത് രണ്ട് രീതിയിൽ പറയാം. നമ്മുടെ ടയറിൽ കാറ്റില്ല, പഞ്ചറാണ് എന്ന് പറയാൻ നമുക്ക് ഐ ഹാവ് എ ഫ്ലാറ്റ് ടയർ എന്ന് പറയാം, അല്ലെങ്കിൽ മൈ ടയർ വെൻ ഫ്ലാറ്റ് എന്നും പറയാം. രണ്ട് രീതിയിൽ നമുക്കിത് പറഞ്ഞു നോക്കാം. ടൈപ്പ് 2 കണ്ടീഷണൽ ആണ് ഉപയോഗിക്കുന്നത്. വാട്ട് വുഡ് യു ഡു ഇഫ് യു ഗോട്ട് എ ഫ്ലാറ്റ് ടയർ ഓൺ ദ റോഡ്? ഗോട്ട് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. മെയിൻ ക്ലോസിൽ നമ്മൾ വുഡ് പ്ലസ് V1 ഉപയോഗിച്ചു. നമുക്കിത് മറ്റൊരു രീതിയിലും പറയാം. വാട്ട് വുഡ് യു ഡു ഇഫ് യുവർ ടയർ വെൻ ഫ്ലാറ്റ് ഓൺ ദ റോഡ്? രണ്ട് സെന്റൻസിലും നമ്മൾ ഇഫ് ക്ലോസിൽ ഉപയോഗിച്ചിട്ടുള്ളത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ഞാൻ വളരെ എളുപ്പം ക്ഷീണിക്കുന്നു. ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ച് പറയാം. ഒരു ഫാക്റ്റ് പോലെയാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഇവിടെ കൂടുതൽ അപ്രോപ്രിയേറ്റ്. പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നതിലും നല്ലത് അതാണ്. ഐ ഗെറ്റ് ടയേർഡ്. ഞാൻ എളുപ്പം ക്ഷീണിക്കുന്നു. വെരി ഈസിലി എന്ന് പറയാം, അല്ലെങ്കിൽ വെരി ക്വിക്ക്ലി എന്ന് പറയാം. ഐ ഗെറ്റ് ടയേർഡ് വെരി ഈസിലി. എന്ത് തന്നെ സംഭവിച്ചാലും ചിരിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ലോഫിംഗ് എന്ന വെർബ് ഉപയോഗിക്കരുത്, സ്മൈലിംഗ് അതാണ് പറയേണ്ടത്. നോ മാറ്റർ വാട്ട് ഹാപ്പൻസ് കീപ് സ്മൈലിംഗ്, അല്ലെങ്കിൽ വാട്ട് എവർ ഹാപ്പൻസ് കീപ് സ്മൈലിംഗ്. എന്ത് തന്നെ സംഭവിച്ചാലും ചിരിച്ചുകൊണ്ടിരിക്കുക. പാൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്നുവെങ്കിൽ അത് കേടുവരില്ലായിരുന്നു. ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആണ്. പാല് കേട് വന്നിരിക്കുന്നു, പക്ഷേ അത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അത് കേടുവരില്ലായിരുന്നു. അതാണ് നമുക്ക് പറയേണ്ടത്. ടൈപ്പ് 3 കണ്ടീഷണലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നീ പാല് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്നെങ്കിൽ അത് കേടുവരില്ലായിരുന്നു. എന്തായാലും നമുക്കൊരു ക്ലോസിന് ഒരു സബ്ജക്റ്റ് വേണം. അപ്പോൾ നമുക്കിവിടെ യു സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. ഇഫ് യു ഹാഡ് കെപ്റ്റ്, അല്ലെങ്കിൽ ഇഫ് യു ഹാഡ് സ്റ്റോർഡ് ദ മിൽക്ക് ഇൻ ദ ഫ്രിഡ്ജ് ഇറ്റ് വുഡിൻ ഹാവ് ഗോൺ ഓഫ്, അല്ലെങ്കിൽ ഗോൺ ബാഡ്. ഇഫ് യു ഹാഡ് സ്റ്റോർഡ് ദ മിൽക്ക് ഇൻ ദ ഫ്രിഡ്ജ് ഇറ്റ് വുഡിൻ ഹാവ് ഗോൺ ബാഡ്. പാല് കേടുവന്നു എന്ന് നമുക്ക് രണ്ട് രീതിയിൽ പറയാം. ദ മിൽക്ക് വെന്റ് ബാഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ദ മിൽക്ക് വെന്റ് ഓഫ് എന്ന് പറയാം. ഇഫ് യു ഹാഡ് സ്റ്റോർഡ് ദ മിൽക്ക് ഇൻ ദ ഫ്രിഡ്ജ് ഇറ്റ് വുഡിൻ ഹാവ് ഗോൺ ബാഡ്. അത് കേടുവരില്ലായിരുന്നു. ടൈപ്പ് 3 കണ്ടീഷണലിൽ ഈഫ് ക്ലോസിൽ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കും. മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് പ്ലസ് V3 ഉപയോഗിക്കും. ഇനി ഇന്നത്തെ ക്ലാസ്. എനിക്ക് വായിക്കാൻ കണ്ണട ധരിക്കണം. ഇതൊരു സ്ട്രോങ് ഒബ്ലിഗേഷൻ ആണ്. ഇതുപോലത്തെ കാര്യങ്ങളെ കുറിച്ച് പറയാനാണ് നമ്മൾ ഹാവ് ടു ഉപയോഗിക്കുന്നത്. ഐ ഹാവ് ടു വെയർ ഗ്ലാസസ് ഫോർ റീഡിങ്. ഐ ഹാവ് ടു വെയർ ഗ്ലാസസ് ഫോർ റീഡിങ്. എനിക്ക് കണ്ണട ധരിക്കണം. നമുക്കിവിടെ ഒരു ചോയ്സ് ഇല്ല. എനിക്ക് കണ്ണട ധരിക്കാൻ ഇഷ്ടമല്ല എന്ന് കരുതി ധരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. വായിക്കണമെങ്കിൽ കണ്ണട വെക്കണം. ഐ ഹാവ് ടു വെയർ ഗ്ലാസസ് ഫോർ റീഡിങ്. ഇങ്ങനെ നമുക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ല, നമ്മുടെ മുന്നിൽ മറ്റൊരു വഴിയില്ല എന്നുള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ ഹാവ് ടു ഉപയോഗിക്കുന്നത്. സ്ട്രോങ് ഒബ്ലിഗേഷൻ ആണ് അത് കാണിക്കുന്നത്. ഷുഡ് അങ്ങനെയല്ല. ഷുഡ് നമ്മുടെ ഒരു മോറൽ ഒബ്ലിഗേഷനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. അതായത് ധാർമ്മികമായ നമ്മുടെ ബാധ്യതകൾ ചെയ്താൽ നല്ലത്, അതേ അതിനർത്ഥമുള്ളൂ. ഹാവ് ടു അങ്ങനെയല്ല. ഹാവ് ടു വളരെ സ്ട്രോങ് ആണ്. നമുക്ക് അത് ചെയ്യാതെ മറ്റൊരു നിവൃത്തിയില്ല. അത്തരം സിറ്റുവേഷൻസിൽ വേണം ഹാവ് ടു ഉപയോഗിക്കാൻ. ഇവിടെ ഷുഡ് അത്ര കറക്റ്റ് അല്ല. നമുക്ക് നീഡ് ഉപയോഗിക്കാം. ഐ നീഡ് ടു വെയർ ഗ്ലാസസ് എന്ന് പറയാം. വേണമെങ്കിൽ ഐ മസ്റ്റ് ഉപയോഗിക്കാം. ഐ മസ്റ്റ് വെയർ ഗ്ലാസസ് ഫോർ റീഡിങ്. ഹാവ് ടു നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഇതിനെ ക്വസ്റ്റ്യനോ നെഗറ്റീവോ ആക്കണമെങ്കിൽ നമുക്ക് ഡൂവും ഡസ്സും ഉപയോഗിക്കണം. ഇപ്പൊ ഇത് തന്നെ നിങ്ങൾക്ക് കണ്ണട ധരിക്കണോ വായിക്കാൻ എന്ന് ചോദിക്കണമെന്ന് കരുതാം, ക്വസ്റ്റ്യൻ ആക്കണമെന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ നമ്മളത് എങ്ങനെയാ ചോദിക്കാം? ഹാവ് യു ടു വെയർ ഗ്ലാസസ് അല്ല,
ഡു യു ഹാവ് ടു വെയർ ഗ്ലാസസ് ഫോർ റീഡിങ്. നമ്മളെ ക്വസ്റ്റ്യനും നെഗറ്റീവും ഉണ്ടാക്കുന്നത് ഡൂവും ഡസും ഉപയോഗിച്ചാണ്. ഡു യു ഹാവ് ടു വെയർ ഗ്ലാസസ് ഫോർ റീഡിങ്. നിങ്ങൾക്ക് വായിക്കാൻ കണ്ണട ധരിക്കണോ? വേണ്ട എന്ന് പറയണമെങ്കിൽ ഐ ഡോണ്ട് ഹാവ് ടു വെയർ. എനിക്ക് ധരിക്കേണ്ട ആവശ്യമില്ല. ഐ ഡോണ്ട് ഹാവ് ടു വെയർ ഗ്ലാസസ് ഫോർ റീഡിങ്. ഇന്ന് രാത്രി എനിക്ക് വൈകി ജോലി ചെയ്യേണ്ടതുണ്ട്. ഐ ഹാവ് ടു വർക്ക് ലേറ്റ് ടു നൈറ്റ്. ഇന്ന് രാത്രി എനിക്ക് വൈകി ജോലി ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഇവിടെ വലത്തോട്ട് തിരിയാനാവില്ല. ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നത് എങ്ങനെയാ? കനോട്ട് ഉപയോഗിച്ചാണ് പറയുന്നത്. യു കനോട്ട് ടേൺ റൈറ്റ് ഹിയർ. യു കനോട്ട് ടേൺ റൈറ്റ് ഹിയർ. നിങ്ങൾക്ക് ഇവിടെ വലത്തോട്ട് തിരിയാനാവില്ല. നിങ്ങൾ ഇടത്തോട്ട് തിരിയണം. യു ഹാവ് ടു ടേൺ ലെഫ്റ്റ്. യു കനോട്ട് ടേൺ റൈറ്റ് ഹിയർ. യു ഹാവ് ടു ടേൺ ലെഫ്റ്റ്. യു നീഡ് ടു ടേൺ ലെഫ്റ്റ് എന്നും നമുക്ക് പറയാം. ഇന്നലെ എൻ്റെ കൈ ഒടിഞ്ഞു. എൻ്റെ കൈ ഒടിഞ്ഞു എന്നത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ഞാൻ എൻ്റെ കൈ ഒടിച്ചു എന്ന രീതിയിലാണ്. ഐ ബ്രോക്ക് മൈ ആം യെസ്റ്റർഡേ. ഇന്നലെ ഞാൻ എൻ്റെ കൈ ഒടിച്ചു അല്ലെങ്കിൽ എൻ്റെ കൈ ഒടിഞ്ഞു. എനിക്ക് ഹോസ്പിറ്റലിൽ പോവേണ്ടി വന്നു. ചെയ്യേണ്ടി വന്നു. ചെയ്യേണ്ടതുണ്ട് എന്ന് പറയാൻ ഹാവ് ടു ഉപയോഗിക്കും. ചെയ്യേണ്ടി വന്നു എന്ന് പറയാൻ ഹാഡ് ടു ഉപയോഗിക്കും. I broke my arm yesterday and I had to go to hospital. I broke my arm yesterday and I had to go to hospital. എന്തിനു ശേഷം I ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല. ഹോസ്പിറ്റലിന് മുന്നിൽ നമ്മൾ ആർട്ടിക്കിൾ ഉപയോഗിച്ചിട്ടില്ല എന്ന് ശ്രദ്ധിക്കുക. ഞാൻ ഹോസ്പിറ്റലിലേക്ക് ട്രീറ്റ്മെന്റിന് വേണ്ടിയാണ് പോയത്. അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് ലഭിക്കുന്നതിന് വേണ്ടി ഒരു പേഷ്യൻ്റായി നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഹോസ്പിറ്റലിന്റെ കൂടെ നമ്മൾ ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നില്ല. ഹോസ്പിറ്റൽ ഒരു മീറ്റിംഗ് പ്ലേസ് ആവുന്ന സമയത്ത്, അതായത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരാളെ കാണാനായി നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഐ വെന്റ് ടു ദ ഹോസ്പിറ്റൽ എന്നാണ് പറയുക. പക്ഷേ ട്രീറ്റ്മെന്റിന് വേണ്ടി ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ ഐ എം ഇൻ ഹോസ്പിറ്റൽ എന്ന് വേണം പറയാൻ. ഐ ആം ഇൻ ദ ഹോസ്പിറ്റൽ അല്ല. യെസ്റ്റർഡേ ഐ ബ്രോക്ക് മൈ ആം ആൻഡ് ഐ ഹാഡ് ടു ഗോ ടു ഹോസ്പിറ്റൽ. എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോവേണ്ടി വന്നു. ചെയ്യേണ്ടി വന്നു എന്ന് പറയാൻ ഹാഡ് ടു. ഇവിടെ നമുക്ക് മസ്റ്റ് ഉപയോഗിക്കാൻ സാധിക്കില്ല. നീഡഡ് ടു വേണമെങ്കിൽ ഉപയോഗിക്കാം. ഐ നീഡഡ് ടു ഗോ ടു ഹോസ്പിറ്റൽ എന്ന് പറയാം. നീഡിന്റെ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാവുന്നതാണ്. പാസ്റ്റ് ഒബ്ലിഗേഷൻസിനെ കുറിച്ച് പറയാൻ നമുക്ക് മസ്റ്റ് ഉപയോഗിക്കാൻ പറ്റില്ല. അതിന് ഹാഡ് ടു തന്നെ വേണം ഉപയോഗിക്കാൻ. പാസ്റ്റിൽ നമുക്കൊരു കാര്യം ചെയ്യേണ്ടി വന്നു എന്ന് പറയാൻ മസ്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. മസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് പ്രസന്റിലും ഫ്യൂച്ചറിലും ഉള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് പാസ്റ്റിൽ ഹാഡ് ടു തന്നെ യൂസ് ചെയ്യുക. പലപ്പോഴും ഹാവ് ടുവിന് പകരം നമുക്ക് മസ്റ്റ് ഉപയോഗിക്കാം. കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ മസ്റ്റ് ഉപയോഗിക്കാൻ പറ്റില്ല. ഹാഡ് ടു തന്നെ വേണം യൂസ് ചെയ്യാൻ. എനിക്ക് കാലങ്ങളായി ഒരു ഡോക്ടറെ കാണേണ്ടി വന്നിട്ടില്ല. കാലങ്ങളായി എന്നതിന് നമുക്ക് ഫോർ ഏജസ് എന്ന് പറയാം, ഫോർ എ ലോങ് ടൈം എന്ന് പറയാം, ഫോർ ഇയേഴ്സ്, അതെല്ലാം പറയാം. കുറേ കാലങ്ങളായി ഞാനൊരു ഡോക്ടറെ കണ്ടിട്ടില്ല എന്നെങ്ങനെ പറയും? കുറേ കാലങ്ങളായി ഞാനൊരു ഡോക്ടറെ കണ്ടിട്ടില്ല. പ്രസന്റ് പെർഫെക്റ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം കുറേ കാലങ്ങളായി എന്നൊരു ടൈം എക്സ്പ്രഷൻ അവിടെ വരുന്നുണ്ട്. ഫോർ, സിൻസ്, ഈ രണ്ട് ടൈം എക്സ്പ്രഷൻസിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുക പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഐ ഹാവിൻ സീൻ എ ഡോക്ടർ ഫോർ ഏജസ് അല്ലെങ്കിൽ ഫോർ ഇയേഴ്സ്. അതിനർത്ഥം ഞാൻ കുറേ കാലങ്ങളായി ഒരു ഡോക്ടറെ കണ്ടിട്ടില്ല എന്നാണ്. നമുക്ക് കാണേണ്ടി വന്നിട്ടില്ല എന്നാണ് പറയേണ്ടത്. അപ്പം നമ്മൾ ഐ ഹാവിൻ സീൻ എന്നതിന് പകരം ഐ ഹാവിൻ ഹാഡ് ടു സീ എന്നാണ് പറയുന്നത്. ഐ ഹാവിൻ ഹാഡ് ടു സീ എ ഡോക്ടർ ഫോർ ഏജസ്. ഇതും പ്രസന്റ് പെർഫെക്റ്റിൽ തന്നെയാണ്. ഐ ഹാവിൻ ഹാഡ് ടു സീ എ ഡോക്ടർ ഫോർ ഏജസ്. എനിക്ക് വർഷങ്ങളായി ഒരു ഡോക്ടറെ കാണേണ്ടി വന്നിട്ടില്ല. ഐ ഹാവിൻ സീൻ എന്ന് പറയുമ്പോൾ ഞാൻ കണ്ടിട്ടില്ല. ഐ ഹാവിൻ ഹാഡ് ടു സീ എന്ന് പറയുമ്പോൾ എനിക്ക് കാണേണ്ടി വന്നിട്ടില്ല. ഹാവ് ടുവിലെ ഹാവിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളായ ഹാഡ് ആണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ ഹാവിന് ശേഷം നമുക്ക് ഒരു പാസ്റ്റ് പാർട്ടിസിപ്പിൾ വേണം. ഒരു ഡോക്ടർ ആവാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു ഡോക്ടർ ആവാൻ എന്താ ചെയ്യേണ്ടത്? ആദ്യം ഒരു മെഡിക്കൽ സ്കൂളിൽ നമ്മൾ ചേരണം, അല്ലെ? അഫർമേറ്റീവ് ഫോമിൽ നമ്മൾ എങ്ങനെയാ പറയാ? ആൻസർ ആയിട്ട് എങ്ങനെയാ പറയാ? യു ഹാവ് ടു എൻറ്റർ എ മെഡിക്കൽ സ്കൂൾ ടു ബിക്കം എ ഡോക്ടർ. ഒരു ഡോക്ടർ ആവാൻ നിങ്ങൾ ഒരു മെഡിക്കൽ സ്കൂളിൽ ചേരേണ്ടതുണ്ട്, ജോയിൻ ചെയ്യേണ്ടതുണ്ട്. യു ഹാവ് ടു എൻറ്റർ എ മെഡിക്കൽ സ്കൂൾ അല്ലെങ്കിൽ യു ഹാവ് ടു സ്റ്റഡി മെഡിസിൻ. ഇനി നമുക്ക് ഇതിനെ ക്വസ്റ്റ്യൻ ആക്കണം. എന്താണ് ചെയ്യേണ്ടത്? വാട്ട് ഡു യു ഹാവ് ടു ഡു ടു ബിക്കം എ ഡോക്ടർ? വാട്ട് ഡു യു ഹാവ് ടു ഡു ടു ബിക്കം എ ഡോക്ടർ? സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള ക്വസ്റ്റ്യൻ ആണിത്. വാട്ട് ഡു യു ഹാവ് ടു ഡു ടു ബിക്കം എ ഡോക്ടർ? നിനക്ക് ശനിയാഴ്ചകളിൽ ജോലി ചെയ്യേണ്ടതുണ്ടോ? ഒരു റുട്ടീനെ കുറിച്ചുള്ള ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ഡു യു ഹാവ് ടു വർക്ക് ഓൺ സാറ്റർഡേസ്? ഡു യു ഹാവ് ടു വർക്ക് ഓൺ സാറ്റർഡേസ്? നിനക്ക് ശനിയാഴ്ചകളിൽ ജോലി ചെയ്യേണ്ടതുണ്ടോ? ഡു യു ഹാവ് ടു വർക്ക് ഓൺ സാറ്റർഡേസ്? ഇന്നലെ നീ എന്തുകൊണ്ടാണ് നേരത്തെ പോയത്? എന്തുകൊണ്ടാണ് പോയത്? നീ പോയി. വൈ ഡിഡ് യു ലീവ് ഏർലി യെസ്റ്റർഡേ? എന്തുകൊണ്ടാണ് പോയത്? സിമ്പിൾ പാസ്റ്റ് ടെൻസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇന്നലെ എന്തുകൊണ്ടാണ് നിനക്ക് നേരത്തെ പോവേണ്ടി വന്നത്? പോയത് എന്നല്ല, പോവേണ്ടി വന്നത് എന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഹാവ് ടു ഉപയോഗിക്കണം. വൈ ഡിഡ് യു ലീവ് എന്നതിന് പകരം നമ്മൾ എന്ത് ഉപയോഗിക്കും?
വൈ ഡിഡ് യു ഹാവ് ടു ലീവ് ഏർലി യെസ്റ്റർഡേ എന്ന് ചോദിക്കണം. വൈ ഡിഡ് യു ഹാവ് ടു ലീവ് ഏർലി യെസ്റ്റർഡേ? ഇന്നലെ എന്തുകൊണ്ടാണ് നിനക്ക് നേരത്തെ പോവേണ്ടി വന്നത്? വൈ ഡിഡ് യു ഹാവ് ടു ലീവ് ഏർലി യെസ്റ്റർഡേ? ഇന്നലെ എനിക്ക് നേരത്തെ പോവേണ്ടി വന്നു എന്നെങ്ങനെയാ പറയാ? ഐ ഹാഡ് ടു ലീവ് അല്ലെ? ആ ഹാഡ് ടുവിന്റെ ക്വസ്റ്റ്യൻ ആണ് ഡിഡ് യു ഹാവ് ടു. വൈ ഡിഡ് യു ഹാവ് ടു ലീവ് ഏർലി യെസ്റ്റർഡേ? ഇന്നലെ എന്തുകൊണ്ടാണ് നിനക്ക് നേരത്തെ പോവേണ്ടി വന്നത്? എനിക്ക് ദിവസങ്ങളായി ഒരു തലവേദന ഉണ്ട്. ദിവസങ്ങളായി എന്ന് പറയുമ്പോൾ 4 days. ഇവിടെ ഇപ്പൊ നമ്മൾ ഏത് ടെൻസ് ഉപയോഗിക്കും? ആ ഒരു ടൈം എക്സ്പ്രഷൻ വന്നത് കാരണം നമുക്ക് വേണ്ടത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഐ ഹാവ് എ ഹെഡ് ഏക്ക് എന്ന് പറഞ്ഞാൽ പോരാ, ഹാവിന്റെ പ്രസന്റ് പെർഫെക്റ്റ് ആയ ഹാവ് ഹാഡ് വേണം നമ്മൾ ഉപയോഗിക്കാൻ. ഐ ഹാവ് ഹാഡ് എ ഹെഡ് ഏക്ക് 4 days. എനിക്ക് ദിവസങ്ങളായി ഒരു തലവേദനയുണ്ട്. ഐ ഹാവ് ഹാഡ് എ ഹെഡ് ഏക്ക് 4 days. എനിക്കൊരു പക്ഷേ ഒരു ഡോക്ടറെ കാണേണ്ടി വന്നേക്കാം. ഉറപ്പില്ല, ഒരു പക്ഷേ കാണേണ്ടി വന്നേക്കാം. ആ സാധ്യത സൂചിപ്പിക്കാനായി നമുക്ക് ഹാവ് ടുവിന് മുന്നിൽ മേയോ മൈറ്റോ ഉപയോഗിക്കാം. ഐ ഹാവ് ഹാഡ് എ ഹെഡ് ഏക്ക് 4 days. ഐ മൈറ്റ് ഹാവ് ടു സീ എ ഡോക്ടർ. എനിക്കൊരു പക്ഷേ ഒരു ഡോക്ടറെ കാണേണ്ടി വന്നേക്കാം. ഐ ഹാവ് ടു സീ എ ഡോക്ടർ എന്ന് പറയുമ്പോൾ എനിക്ക് കാണേണ്ടതുണ്ട്. ഐ വിൽ ഹാവ് ടു സീ എ ഡോക്ടർ എന്ന് പറയുമ്പോൾ എനിക്ക് കാണേണ്ടി വരും. ഐ മൈറ്റ് ഹാവ് ടു സീ എ ഡോക്ടർ എന്ന് പറയുമ്പോൾ കാണേണ്ടി വന്നേക്കാം. സാധ്യത കുറവാണ് കാണിക്കുന്നത്, വില്ല ഒരുപാട് സാധ്യത കാണിക്കുന്നുണ്ട്. നമുക്ക് ഹാവ് ടുവിന് മുന്നിൽ മോഡൽ വേർബ്സ് യൂസ് ചെയ്യാൻ സാധിക്കും. ഞാൻ കരുതിയതിലും വൈകിയിരിക്കുന്നു. ഞാൻ കരുതിയതിനേക്കാൾ കൂടുതൽ, പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ സമയമായിരിക്കുന്നു. ഇറ്റ് ഈസ് ലേറ്റർ ദാൻ ഐ തോട്ട്. ഇറ്റ് ഈസ് ലേറ്റർ ദാൻ ഐ തോട്ട്. സമയത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പൊതുവെ ആ സെന്റൻസ് ഇറ്റ് ഉപയോഗിച്ചാണ് തുടങ്ങുന്നത്. ഇറ്റ് ഈസ് ലേറ്റ് എന്ന് പറയുമ്പോൾ വൈകിയിരിക്കുന്നു. ഞാൻ കരുതിയതിനേക്കാൾ വൈകിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ലേറ്റിന്റെ കമ്പാരിറ്റീവ് ഫോം ലേറ്റർ ഉപയോഗിക്കും. ഇറ്റ് ഈസ് ലേറ്റർ. പിന്നെ കമ്പാരിറ്റീവ് സ്ട്രക്ചേഴ്സിൽ നമ്മൾ ദാൻ ഉപയോഗിക്കും. ദാൻ ഐ തോട്ട്. ദാൻ ഐ തോട്ട് എന്ന് പറയുമ്പോൾ ഞാൻ കരുതിയതിനേക്കാൾ. ഇറ്റ് ഈസ് ലേറ്റർ ദാൻ ഐ തോട്ട്. എനിക്ക് പോകണം, ഇപ്പൊ തന്നെ പോവേണ്ടതുണ്ട്. നമുക്ക് ഐ മസ്റ്റ് ഗോ എന്ന് പറയാം, ഐ ഹാവ് ടു ഗോ എന്ന് പറയാം. പൊതുവെ സ്ട്രോങ് ആയ ഒബ്ലിഗേഷൻസിനെ കുറിച്ച് പറയാൻ നമുക്ക് രണ്ടും ഉപയോഗിക്കാൻ സാധിക്കും. മസ്റ്റ് ഉപയോഗിക്കാം, ഹാവ് ടു ഉപയോഗിക്കാം. ആ ഒബ്ലിഗേഷൻ പുറത്തുനിന്ന് വരുമ്പോൾ, അതായത് നമ്മുടെ എംപ്ലോയറുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട്, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലമോ ഒക്കെ നമുക്ക് ചെയ്യേണ്ടി വരുന്നതിനെ കുറിച്ച് പറയാൻ നോർമലി യൂസ് ചെയ്യാം ഹാവ് ടു ആണ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കൈ ഒടിഞ്ഞിരിക്കുന്നു, ഹോസ്പിറ്റലിലേക്ക് പോവേണ്ടി വന്നു. നമുക്ക് അവിടെ വേറൊരു ഓപ്ഷൻ ഇല്ല. ആ സാഹചര്യത്തിൽ ഹോസ്പിറ്റലിലേക്ക് പോവേണ്ടതുണ്ട്. അപ്പൊ അതുപോലുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാൻ നമ്മൾ മസ്റ്റിനേക്കാൾ അധികം ഉപയോഗിക്കുന്നത് ഹാവ് ടു ആണ്. പക്ഷെ ഒരു നിയമം, റിട്ടേൺ റൂൾസിനെ കുറിച്ചെല്ലാം പറയുമ്പോൾ നമ്മൾ പൊതുവെ യൂസ് ചെയ്യുന്നത് മസ്റ്റ് ആണ്. പലപ്പോഴും നമുക്കിത് രണ്ടും ഉപയോഗിക്കാം. ഐ ഹാവ് ടു ഗോ എന്ന് പറയാം, ഐ മസ്റ്റ് ഗോ എന്ന് പറയാം. നീ കുറെ നേരം കാത്തു നിന്നോ? സിമ്പിൾ പാസ്റ്റ് ടെൻസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡിഡ് യു വെയിറ്റ് ഫോർ എ ലോങ് ടൈം? നീ കുറെ നേരം കാത്തു നിന്നോ? ഡിഡ് യു വെയിറ്റ് ഫോർ എ ലോങ് ടൈം? നിനക്ക് കുറെ നേരം കാത്തു നിൽക്കേണ്ടി വന്നോ? ഇതെങ്ങനെ ചോദിക്കും? കാത്തു നിന്നോ എന്ന് ചോദിക്കാൻ ഡിഡ് യു വെയിറ്റ് മതി. കാത്തു നിൽക്കേണ്ടി വന്നോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഹാവ് ടു കൂടി അവിടെ ആഡ് ചെയ്യണം. ഡിഡ് യു ഹാവ് ടു വെയിറ്റ് ഫോർ എ ലോങ് ടൈം? ഡിഡ് യു ഹാവ് ടു വെയിറ്റ് ഫോർ എ ലോങ് ടൈം? ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതിന്റെ ആൻസർ ഒന്ന് ആദ്യം പറഞ്ഞു നോക്കുക. എനിക്ക് കുറെ നേരം കാത്തു നിൽക്കേണ്ടി വന്നു. അതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാം? ഐ ഹാഡ് ടു വെയിറ്റ് ഫോർ എ ലോങ് ടൈം അല്ലെ? സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണിത്. ഐ ഹാഡ് ടു വെയിറ്റ് ഫോർ എ ലോങ് ടൈം. ഇനി അതിനെ ക്വസ്റ്റ്യൻ ആക്കിയാൽ മതി. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ നമ്മൾ ഡിഡ് ഉപയോഗിക്കണം. പിന്നെ ഡിഡിന് ശേഷം നമുക്ക് ഹാഡ് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ നമ്മളവിടെ ഉപയോഗിക്കുക ഹാവ് ആണ്. ഡിഡ് യു ഹാവ് ടു വെയിറ്റ് ഫോർ എ ലോങ് ടൈം? നിനക്ക് കുറെ നേരം കാത്തു നിൽക്കേണ്ടി വന്നോ? ഐ ഹാഡ് ടു എന്നതിന്റെ ക്വസ്റ്റ്യൻ ആണ് ഡിഡ് യു ഹാവ് ടു. ഹാഡ് യു ടു എന്ന് ചോദിക്കരുത്. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ നമുക്ക് ഹാഡിനെ സബ്ജക്റ്റിന് മുന്നിൽ ഉപയോഗിച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ സാധിക്കില്ല. ഹാഡ് കാണുമ്പോഴേ അത് പാസ്റ്റ് പെർഫെക്റ്റ് ആണെന്ന് കരുതരുത്. ഹാഡിന് ശേഷം മറ്റൊരു വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അതായത് V3 വരുമ്പോൾ മാത്രമാണ് ആ സെന്റൻസ് പാസ്റ്റ് പെർഫെക്റ്റിലാവുന്നത്. ഹാഡ് മാത്രമേ ഒരു സെന്റൻസിൽ ഉള്ളൂ എങ്കിൽ അത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. ഞാൻ കുറെ നേരം കാത്തു നിന്നു. സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. ഐ വെയിറ്റഡ് ഫോർ എ ലോങ് ടൈം. ഞാൻ കാത്തു നിന്നില്ല എന്ന് പറയണമെങ്കിലോ ഇതിന്റെ നെഗറ്റീവ് ഉണ്ടാക്കണം നമ്മൾ. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ നെഗറ്റീവ് ഉണ്ടാക്കാൻ നമ്മൾ ഡിഡിന്റ് ഉപയോഗിക്കും. ഐ ഡിഡിൻ വെയിറ്റ് ഫോർ എ ലോങ് ടൈം. ഞാൻ കുറെ നേരം കാത്തു നിന്നില്ല. എനിക്ക് കുറെ നേരം കാത്തു നിൽക്കേണ്ടി വന്നു. കാത്തു നിന്നു എന്നല്ല, കാത്തു നിൽക്കേണ്ടി വന്നു. ഐ ഹാഡ് ടു വെയിറ്റ് ഫോർ എ ലോങ് ടൈം. ഇവിടെ ഒന്നും മസ്റ്റ് ഉപയോഗിക്കരുത്. പാസ്റ്റിൽ ഒരു കാര്യം ചെയ്യേണ്ടി വന്നു എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഹാഡ് ടു ആണ്, മസ്റ്റ് അല്ല. ഐ ഹാഡ് ടു വെയിറ്റ് ഫോർ എ ലോങ് ടൈം. എനിക്ക് കുറെ നേരം കാത്തു നിൽക്കേണ്ടി വന്നില്ല എന്നെങ്ങനെ പറയും? ഇതിന്റെ നെഗറ്റീവ് ഉണ്ടാക്കണം. ഹാഡ് ടുവിന്റെ നെഗറ്റീവ് എന്താ? ഡിഡിൻ ഹാവ് ടു. ഐ ഡിഡിൻ ഹാവ് ടു വെയിറ്റ് ഫോർ എ ലോങ് ടൈം. ഐ ഡിഡിൻ ഹാവ് ടു വെയിറ്റ് ഫോർ എ ലോങ് ടൈം. ഐ ഹാഡ് ടു വെയിറ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് കാത്തു നിൽക്കേണ്ടി വന്നു. ഐ ഡിഡിൻ ഹാവ് ടു വെയിറ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് കാത്തു നിൽക്കേണ്ടി വന്നില്ല.
ഞങ്ങൾക്ക് അധികം സമയമില്ലായിരുന്നു. വി ഡിഡിൻ ഹാവ് മച്ച് ടൈം. അധിക സമയം ഇല്ലായിരുന്നു. വി ഡിഡിൻ ഹാവ് മച്ച് ടൈം. ടൈമിൻ്റെ കൂടെ മെനി ഉപയോഗിക്കരുത്. ടൈം അൺകൗണ്ടബിൾ ആണ് ഇംഗ്ലീഷിൽ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്നത് മച്ചാണ്. അധികം സമയം, കൂടുതൽ സമയം എന്ന അർത്ഥത്തിൽ മച്ച് ടൈം എന്ന് പറയാം. കുറവ് സമയം, വളരെ കുറച്ച് സമയം എന്നാണ് പറയേണ്ടതെങ്കിൽ ലിറ്റിൽ ടൈം എന്ന് പറയാം. ഞങ്ങൾക്ക് അധികം സമയം ഇല്ലായിരുന്നു. വി ഡിഡിൻ ഹാവ് മച്ച് ടൈം. ഞങ്ങൾക്ക് ധൃതി പിടിക്കേണ്ടി വന്നു, അതായത് കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യേണ്ടി വന്നു. വി ഹാഡ് ടു ഹറി. വി മസ്റ്റ് ഹറി അല്ല, വി മസ്റ്റ് ഹറി പ്രസന്റിലോ ഫ്യൂച്ചറിലോ ഉള്ള റിക്വയർമെന്റിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ തിരക്ക് പിടിച്ച് കാര്യങ്ങൾ ചെയ്യണം, അതാണ് അതിനർത്ഥം. വി ഹാവ് ടു ഹറി എന്ന് പറഞ്ഞാലും അത് തന്നെയാണ് അർത്ഥം. വി ഹാഡ് ടു ഹറി എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ചെയ്യേണ്ടി വന്നു. ഇത് നമുക്കിടയിലെ ഒരു രഹസ്യമാണ്. ദിസ് ഇസ് എ സീക്രട്ട് ബിറ്റ്വീൻ അസ്. ഇത് നമുക്കിടയിലെ ഒരു രഹസ്യമാണ്. എന്താണ് സംഭവിച്ചതെന്ന് നീ അവനോട് പറയരുത്. ഒരു കാര്യം ചെയ്യരുത് എന്നാണ് പറയുന്നത്. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത് മസ്റ്റ് നോട്ട് ആണ്. പ്രൊഹിബിറ്റ് ചെയ്യുന്നതിന് വേണ്ടി മസ്റ്റ് നോട്ട് തന്നെ ഉപയോഗിക്കാം. യു മസ്റ്റ് നോട്ട് ടെൽ ഹിം വാട്ട് ഹാപ്പൻഡ്. ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് വേണമെങ്കിൽ ഉപയോഗിക്കാം. വാട്ട് ഹാഡ് ഹാപ്പൻഡ് എന്ന് പറയാം, പക്ഷെ അതിന്റെ ആവശ്യമില്ല. പാസ്റ്റ് പെർഫെക്റ്റ് പലപ്പോഴും നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ചില സാഹചര്യങ്ങളിൽ അത് ഉപയോഗിക്കേണ്ടി വരും. പക്ഷേ നോർമലി പാസ്റ്റിൽ ഒരു കാര്യം നടന്നു എന്ന് പറയുന്നതിന് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നില്ല. രണ്ട് കാര്യങ്ങൾ നടന്നാലും പാസ്റ്റ് പെർഫെക്റ്റ് നിർബന്ധമില്ല. പ്രത്യേകിച്ചും ബിഫോർ, ആഫ്റ്റർ പോലുള്ള കൺജങ്ഷൻസ് ഉപയോഗിച്ചാണ് നമ്മൾ ആ ക്ലോസിനെ കമ്പൈൻ ചെയ്യുന്നതെങ്കിൽ. പിന്നെ മീനിങ് വ്യക്തമാക്കുന്നതിന് വേണ്ടി, അതായത് ഒരു കാര്യം നടന്നതിന് ശേഷമാണ് മറ്റേ കാര്യം നടന്നത് എന്ന് വളരെ ക്ലിയർ ആയി നമുക്ക് പറയണമെങ്കിൽ ആദ്യം നടന്നതിനെ കുറിച്ച് പറയാൻ പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കാം. ഇത് നമ്മൾ അത്ര കോമൺലി യൂസ് ചെയ്യുന്ന ഒരു ടെൻസ് ഒന്നുമല്ല. നമുക്കിവിടെ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിച്ചാലും മതി. യു മസ്റ്റ് നോട്ട് ടെൽ ഹിം വാട്ട് ഹാപ്പൻഡ്. എന്താണ് സംഭവിച്ചതെന്ന് നീ അവനോട് പറയരുത്. ഇവിടെ മസ്റ്റ് നോട്ടിന് പകരം ഡോണ്ട് ഹാവ് ടു ഉപയോഗിക്കരുത്. മസ്റ്റ് നോട്ടിന്റെയും ഡോണ്ട് ഹാവ് ടുവിന്റെയും മീനിങ് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കുമ്പോൾ അത് മനസ്സിലാവും. യു മസ്റ്റ് നോട്ട് ടെൽ ഹിം വാട്ട് ഹാപ്പൻഡ്. ചെയ്യരുത് എന്ന് പറയാൻ മസ്റ്റ് നോട്ട് തന്നെ ഉപയോഗിക്കുക, ഡോണ്ട് ഹാവ് ടു ഉപയോഗിക്കരുത്. എന്താണ് സംഭവിച്ചതെന്ന് നീ അവനോട് പറയേണ്ട ആവശ്യമില്ല. ഇവിടെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്, ചെയ്യരുത് എന്നല്ല. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് മസ്റ്റ് നോട്ട് അല്ല. മസ്റ്റ് നോട്ടിനർത്ഥം ചെയ്യരുത് എന്നാണ്. ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ഡോണ്ട് ഹാവ് ടു ഉപയോഗിക്കാം. ഹാവ് ടുവിനും മസ്റ്റിനും സിമിലർ മീനിങ് ആണ്. പക്ഷെ മസ്റ്റ് നോട്ടിനും ഡോണ്ട് ഹാവ് ടുവിനും എൻറ്റയർലി ഡിഫറെൻ്റ് ആയ മീനിങ് ആണ്. മസ്റ്റ് നോട്ട് എന്ന് പറയുമ്പോൾ ചെയ്യരുത്, ഡോണ്ട് ഹാവ് ടു എന്ന് പറയുമ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല. എന്താണ് സംഭവിച്ചതെന്ന് നീ അവനോട് പറയേണ്ട ആവശ്യമില്ല. യു ഡോണ്ട് ഹാവ് ടു ടെൽ ഹിം വാട്ട് ഹാപ്പൻഡ്. അവനത് നേരത്തെ തന്നെ അറിയാം. ഹി ഓൾറെഡി നോസ്. യു ഡോണ്ട് ഹാവ് ടു ടെൽ ഹിം വാട്ട് ഹാപ്പൻഡ്. എന്താണ് സംഭവിച്ചതെന്ന് നീ അവനോട് പറയേണ്ട ആവശ്യമില്ല. ഇവിടെ മസ്റ്റ് നോട്ട് ഉപയോഗിച്ചാൽ നീ പറയരുത് എന്ന അർത്ഥമാണ് വരുന്നത്. യു ഡോണ്ട് ഹാവ് ടു ടെൽ ഹിം എന്ന് പറയുമ്പോൾ പറയേണ്ടതില്ല എന്നർത്ഥമാണ്. ചെയ്യേണ്ട ആവശ്യമില്ല. അവനത് നേരത്തെ തന്നെ അറിയാം. ഹി ഓൾറെഡി നോസ്. നമുക്കിവിടെ യു ഡോണ്ട് ഹാവ് ടു ടെൽ ഹിം എന്നതിന് പകരം യു നീഡിൻ ടെൽ ഹിം എന്ന് പറയാം. ഡോണ്ട് ഹാവ് ടുവിന് പകരം നമുക്ക് ഡോണ്ട് നീഡ് ടു എന്നും പറയാം. യു ഡോണ്ട് നീഡ് ടു ടെൽ ഹിം എന്ന് പറയാം, അല്ലെങ്കിൽ യു നീഡ് ഇൻ ടെൽ ഹിം എന്ന് പറയാം. യു നീഡ് ഇൻ ടെൽ ഹിം എന്നതിലെ നീഡ് മോഡൽ വെർബാണ്. അതുകൊണ്ട് തന്നെ പിന്നെ അതിനുശേഷം ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ആണ് വന്നത്. യു നീഡ് ഇൻ ടു ടെൽ എന്നല്ല പറയുന്നത്, യു നീഡ് ഇൻ ടെൽ എന്നാണ്. പക്ഷേ ഹാവിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന ടു ഉള്ള ഇൻഫിനിറ്റീവ് ആണ്. യു ഡോണ്ട് ഹാവ് ടു ടെൽ. അതുപോലെ തന്നെ ആദ്യത്തെ സെന്റൻസിലെ ഹാവിന് പകരം നീഡ് ഉപയോഗിക്കുമ്പോഴും അതിനുശേഷം ടു ടെൽ ആണ് വരിക. കാരണം യു ഡോണ്ട് നീഡ് ടു ടെൽ എന്ന് പറയുമ്പോൾ അതിലെ നീഡ് സാധാരണ വെർബാണ്, റെഗുലർ വെർബാണ്. നീഡ് റെഗുലർ വെർബായി ഉപയോഗിക്കുമ്പോൾ അതിനുശേഷം നമ്മൾ ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കും. അതുപോലെ ക്വസ്റ്റ്യനോ നെഗറ്റീവോ ഉണ്ടാക്കാൻ നമുക്ക് ഡൂവും ഡസും വേണ്ടി വരും. ഇത് നേരത്തെ പല ക്ലാസ്സിലും പറഞ്ഞതാണ്. നീഡ് എന്ന വെർബിന്റെ ഒരു പ്രത്യേകതയാണിത്. നമ്മളത് മോഡൽ വെർബായി ഉപയോഗിക്കും, സാധാരണ ഒരു വെർബായി ഉപയോഗിക്കും. സാധാരണ വെർബായി ഉപയോഗിക്കുമ്പോൾ അതിനുശേഷം ടു ഇൻഫിനിറ്റീവ് വരും. മോഡൽ വെർബായി ഉപയോഗിക്കുമ്പോൾ അതിനുശേഷം ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് വരും. യു നീഡ് ഇൻ ടെൽ ഹിം. യു നീഡ് ഇൻ ടു ടെൽ അല്ല, യു നീഡ് ഇൻ ടെൽ ഹിം. ഇവിടെ നമുക്ക് ഡോണ്ട് ഹാവ് ടുവിന് പകരം ഡോണ്ട് നീഡ് ടു എന്ന് നമുക്ക് പറയാം. മസ്റ്റ് നോട്ട് പക്ഷെ ഉപയോഗിക്കരുത്. ഞാൻ 5 മണിക്ക് ജോലി തുടങ്ങും. ഐ സ്റ്റാർട്ട് വർക്ക് അറ്റ് 5. ഞാൻ 5 മണിക്ക് ജോലി തുടങ്ങും, അതുകൊണ്ട് എനിക്ക് 4 മണിക്ക് എഴുന്നേൽക്കണം. ഇവിടെ മറ്റു ഓപ്ഷൻ ഇല്ല. 5 മണിക്ക് ജോലി തുടങ്ങുന്നത് കാരണം 4 മണിക്ക് എഴുന്നേൽക്കണം. ഐ ഹാവ് ടു ഗെറ്റ് അപ്പ് അറ്റ് 4. എനിക്ക് 4 മണിക്ക് എഴുന്നേൽക്കണം. കഴിഞ്ഞ ആഴ്ച എൻ്റെ കൈ ഒടിഞ്ഞു. നേരത്തെ നോക്കിയ ഒരു എക്സാമ്പിൾ തന്നെയാണ്. ലാസ്റ്റ് വീക്ക് ഐ ബ്രോക്ക് മൈ ആം. എൻ്റെ കൈ ഒടിഞ്ഞു, പക്ഷെ എനിക്ക് ഹോസ്പിറ്റലിൽ പോവേണ്ടി വന്നില്ല. അതിൻ്റെ ആവശ്യം ഉണ്ടായില്ല. പാസ്റ്റിൽ ഒരു കാര്യം ചെയ്യേണ്ടി വന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളത് എങ്ങനെയാണ് പറയാം? ഐ ബ്രോക്ക് മൈ ആം ലാസ്റ്റ് വീക്ക് ബട്ട് ഐ ഡിഡിൻ ഹാവ് ടു ഗോ ടു ഹോസ്പിറ്റൽ. ഹാഡ് ടുവിൻ്റെ നെഗറ്റീവാണ് ഡിഡിൻ ഹാവ് ടു.
ബട്ട് ഐ ഡിഡിൻ ഹാവ് ടു ഗോ ടു ഹോസ്പിറ്റൽ. എനിക്ക് പോവേണ്ടി വന്നില്ല. ഐ ഹാഡ് ഇൻ ടു അല്ല, ഹാഡ് ടുവിന്റെ നെഗറ്റീവ് ഉണ്ടാക്കാൻ നമുക്ക് ഡിഡിൻ ഹാവ് ടു ഉപയോഗിക്കണം. ഹാഡിന് ശേഷം നോട്ട് ഉപയോഗിച്ചാൽ പോരാ. വാഹനം ഓടിക്കാൻ നിനക്ക് എത്ര വയസ്സാവണം? ഇതെങ്ങനെ ചോദിക്കും? ഇതൊന്ന് അഫർമേറ്റീവ് ആയി ഒന്ന് പറഞ്ഞു നോക്കുക. വാഹനം ഓടിക്കാൻ എനിക്ക് 18 വയസ്സാവണം. ഐ ഹാവ് ടു ബി 18 ടു ഡ്രൈവ് എ കാർ, അല്ലെങ്കിൽ ടു ഡ്രൈവ്. ഐ ഹാവ് ടു ബി 18 ടു ഡ്രൈവ്. ഇനി അതിനെ ക്വസ്റ്റ്യൻ ആക്കുക. സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്, അതുകൊണ്ട് തന്നെ ഡു ഉപയോഗിച്ചാണ് നമ്മൾ തുടങ്ങുന്നത്. എത്ര പ്രായമാവണം? ഹൗ ഓൾഡ്. പിന്നെ ഡു യു ഹാവ് ടു ബി ടു ഡ്രൈവ്. ഹൗ ഓൾഡ് ഡു യു ഹാവ് ടു ബി ടു ഡ്രൈവ്. സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള ക്വസ്റ്റ്യൻ ആയത് കാരണമാണ് നമ്മൾ ഡു ഉപയോഗിക്കുന്നത്. ഹൗ ഓൾഡ് ഡു യു ഹാവ് ടു ബി ടു ഡ്രൈവ്. നിന്റെ പുതിയ ജോലി എങ്ങനെയുണ്ട്? ഹൗ ഈസ് യുവർ ന്യൂ ജോബ്. നിനക്ക് ഒത്തിരി യാത്ര ചെയ്യാനുണ്ടോ? ജോലിയുടെ ഭാഗമായി ഒരുപാട് യാത്ര ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഡു യു ഹാവ് ടു ട്രാവൽ മച്ച്, അല്ലെങ്കിൽ എലോട്ട്. ഡു യു ഹാവ് ടു ട്രാവൽ മച്ച്. എലോട്ട് നമുക്കിവിടെ ഉപയോഗിക്കാം. പൊതുവെ ക്വസ്റ്റ്യൻസിൽ നമ്മൾ മച്ചാണ് ഉപയോഗിക്കുന്നത്. എലോട്ട് അഫർമേറ്റീവ് സെന്റൻസസിലാണ് മെയിൻലി യൂസ് ചെയ്യാറ്. എത്ര മണിക്കാണ് നിനക്ക് പോവേണ്ടത്? 5 മണിക്ക് പോകണമെന്ന് കരുതുക. അതെങ്ങനെ പറയും? ഐ ഹാവ് ടു ഗോ അറ്റ് 5, അല്ലേ? ഇനി അതിൻ്റെ ക്വസ്റ്റ്യൻ, വാട്ട് ടൈം ഡു യു ഹാവ് ടു ഗോ, അല്ലെങ്കിൽ ഡു യു ഹാവ് ടു ലീവ്. വാട്ട് ടൈം ഡു യു ഹാവ് ടു ലീവ്. എത്ര മണിക്കാണ് നിനക്ക് പോവേണ്ടത്? എത്ര മണി എന്ന് പറയുമ്പോൾ വാട്ട് ടൈം, എപ്പോഴെന്ന് പറയുമ്പോൾ വെൻ. വെൻ ഡു യു ഹാവ് ടു ഗോ എന്ന് പറയുമ്പോൾ നിനക്ക് എപ്പോഴാണ് പോകേണ്ടത്. വാട്ട് ടൈം ഡു യു ഹാവ് ടു ഗോ എന്ന് പറയുമ്പോൾ എത്ര മണിക്കാണ് പോകേണ്ടത്. എത്ര മണിക്കാണ് നീ പോകുന്നത്? അതൊരു അറേഞ്ച്മെന്റിനെ കുറിച്ചുള്ള ചോദ്യമാണ്, ഒരു പേഴ്സണൽ അറേഞ്ച്മെന്റിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിച്ചാണ് പറയുന്നത്. വാട്ട് ടൈം ആർ യു ഗോയിങ്, അല്ലെങ്കിൽ ആർ യു ലീവിങ്. വാട്ട് ടൈം ആർ യു ഗോയിങ്, നീ എത്ര മണിക്കാണ് പോകുന്നത്. ആ ചോദ്യത്തിൽ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിച്ചു. എത്ര മണിക്കാണ് പോവേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഹാവ് ടു ഉപയോഗിച്ചു. വാട്ട് ടൈം ഡു യു ഹാവ് ടു ഗോ. ട്രെയിൻ പിന്നെയും വൈകിയിരുന്നു. പാസ്റ്റിലുള്ള ഒരു സിറ്റുവേഷനെ കുറിച്ചാണ് പറയുന്നത്. ട്രെയിൻ പിന്നെയും ലേറ്റ് ആയിരുന്നു. ദ ട്രെയിൻ വാസ് ലേറ്റ് അഗെയിൻ. ട്രെയിൻ പിന്നെയും വൈകിയിരുന്നു. ദ ട്രെയിൻ വാസ് ലേറ്റ് അഗെയിൻ. നിനക്ക് എത്ര സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു? എത്ര സമയം, ഹൗ ലോങ്. വെയിറ്റ് ചെയ്യേണ്ടി വന്നു, ഡിഡ് യു ഹാവ് ടു വെയിറ്റ്. ഹൗ ലോങ് ഡിഡ് യു ഹാവ് ടു വെയിറ്റ്. ഹൗ ലോങ് ഹാഡ് യു ടു വെയിറ്റ് അല്ല, ഡിഡ് യു ഹാവ് ടു വെയിറ്റ്. എത്ര സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പം എനിക്ക് 1 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വന്നു എന്ന് പറയണമെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ എന്താ പറയുക? ഐ ഹാഡ് ടു വെയിറ്റ് എൻ അവർ, അല്ലേ? ഐ ഹാഡ് ടു വെയിറ്റ് എൻ അവർ. നാളെ ഞാൻ ജോലി ചെയ്യുന്നില്ല. നമ്മളിപ്പോഴേ എടുത്ത തീരുമാനമാണ്, നാളത്തെ കാര്യമാണ്. പക്ഷെ ആ ഒരു അറേഞ്ച്മെന്റ്, ഡിസിഷൻ ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. ഐ എം നോട്ട് വർക്കിംഗ് ടുമോറോ. അതുകൊണ്ട് എനിക്ക് നേരത്തെ എഴുന്നേൽക്കേണ്ട ആവശ്യമില്ല. സോ ഐ ഡോണ്ട് ഹാവ് ടു ഗെറ്റ് അപ്പ് ഏർലി. ഐ എം നോട്ട് വർക്കിംഗ് ടുമോറോ, സോ ഐ ഡോണ്ട് ഹാവ് ടു ഗെറ്റ് അപ്പ് ഏർലി. എനിക്ക് ചെയ്യേണ്ടതില്ല. ഐ മസ്റ്റ് നോട്ട് എന്ന് പറയരുത്. ഐ മസ്റ്റ് നോട്ട് ഗെറ്റ് അപ്പ് ഏർലി എന്ന് പറയുമ്പോൾ ഞാൻ എഴുന്നേൽക്കരുത് എന്നർത്ഥമാണ്. ഐ ഡോണ്ട് ഹാവ് ടു ഗെറ്റ് അപ്പ് ഏർലി എന്ന് പറയുമ്പോൾ എനിക്ക് എഴുന്നേൽക്കേണ്ട ആവശ്യമില്ല. ഈ കാർ പാർക്ക് ഫ്രീ ആണ്. ദിസ് കാർ പാർക്ക് ഈസ് ഫ്രീ. ഇവിടെ പാർക്ക് ചെയ്യാൻ നിനക്ക് പണം കൊടുക്കേണ്ട ആവശ്യമില്ല. യു ഡോണ്ട് ഹാവ് ടു പേ ടു പാർക്ക് ഹിയർ. ദിസ് കാർ പാർക്ക് ഈസ് ഫ്രീ. യു ഡോണ്ട് ഹാവ് ടു പേ ടു പാർക്ക് യുവർ കാർ ഹിയർ. നിന്റെ കാർ ഇവിടെ പാർക്ക് ചെയ്യാൻ നിനക്ക് പണം കൊടുക്കേണ്ട ആവശ്യമില്ല. യു ഡോണ്ട് ഹാവ് ടു പേ, ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം ശരിയാവും. എവറിത്തിങ് വിൽ ബി ഓൾ റൈറ്റ്, അല്ലെങ്കിൽ എവറിത്തിങ് വിൽ ബി ഓക്കെ. നീ പേടിക്കേണ്ട കാര്യമില്ല. പ്രസന്റിലുള്ള ഒരു സിറ്റുവേഷനെ കുറിച്ചാണ് പറയുന്നത്, അല്ലെങ്കിൽ ഫ്യൂച്ചറിലുള്ള ഒരു സിറ്റുവേഷനെ കുറിച്ചാണ് പറയുന്നത്. നീ ഇപ്പോൾ പേടിക്കേണ്ട. യു നീഡിൻ ടു വറി എന്ന് പറയാം. യു ഡോണ്ട് ഹാവ് ടു വറി എന്നും പറയാം. യു നീഡിൻ ടു വറി, അല്ലെങ്കിൽ യു ഡോണ്ട് ഹാവ് ടു വറി. നീ പേടിക്കേണ്ട ആവശ്യമില്ല. യു ഡോണ്ട് നീഡ് ടു വറി എന്നും പറയാം. എല്ലാം ഓക്കെ ആയിരുന്നു. എല്ലാം ശരിയായിരുന്നു. എവറിത്തിങ് വാസ് ഓക്കെ. ഞാൻ പേടിക്കേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു. ഇത് നമ്മളെങ്ങനെ പറയും? ഞാൻ പേടിക്കേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു. ഞാൻ പേടിച്ചു, പക്ഷെ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. അതാണ് നമുക്ക് പറയേണ്ടത്. ഞാൻ പേടിച്ചില്ല എന്നല്ല, പേടിച്ചു പക്ഷെ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഞാൻ പേടിക്കേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു. ഐ നീഡിൻ ഹാവ് വറീഡ്. ഐ നീഡിൻ ഹാവ് വറീഡ്. ഞാനിവിടെ യു എന്നാണ് എഴുതിയത്, തെറ്റി എഴുതിയതാണ്. ഐ നീഡിൻ ഹാവ് വറീഡ്. ഞാൻ പേടിക്കേണ്ട ഒരാവശ്യവുമില്ലായിരുന്നു. ഇവിടെ ഡിഡിൻ ഹാവ് ടു ഉപയോഗിക്കരുത്. ഐ ഡിഡിൻ ഹാവ് ടു വറി എന്ന് പറയുമ്പോൾ എനിക്ക് പേടിക്കേണ്ട കാര്യമില്ലായിരുന്നു, ഞാൻ പേടിച്ചതുമില്ല എന്നാണ് അർത്ഥം. ഐ നീഡിൻ ഹാവ് വറീഡ് എന്ന് പറയുമ്പോൾ കാര്യമില്ലായിരുന്നു, പക്ഷെ ഞാൻ പേടിച്ചു. നീഡിൻ ഹാവ് ഉപയോഗിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യമില്ലാത്തൊരു കാര്യം ചെയ്തു എന്നർത്ഥമാണ്. ഡിഡിൻ ഹാവ് ടു ഉപയോഗിക്കുമ്പോൾ ചെയ്തില്ല എന്നർത്ഥമാണ്. ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു, ചെയ്തതുമില്ല. എനിക്ക് മീറ്റിങ്ങിന് പോവേണ്ട ആവശ്യമില്ലായിരുന്നു.
ഐ ഡിഡിൻ ഹാവ് ടു അറ്റൻഡ് ദ മീറ്റിംഗ് എന്ന് പറയാം, അല്ലെങ്കിൽ ഐ ഡിഡിൻ ഹാവ് ടു ബി അറ്റ് ദ മീറ്റിംഗ് എന്നും പറയാം. അതായത് മീറ്റിംഗിൽ ഞാൻ പ്രസന്റ് ആവേണ്ട കാര്യമില്ലായിരുന്നു. ഐ ഡിഡിൻ ഹാവ് ടു ബി അറ്റ് ദ മീറ്റിംഗ്, സോ ഞാൻ പോയതുമില്ല. ഐ ഡിഡിൻ ഗോ, ഞാൻ പോയില്ല. ഐ ഡിഡിൻ ഹാവ് ടു ബി അറ്റ് ദ മീറ്റിംഗ്, സോ ഐ ഡിഡിൻ ഗോ, ഞാൻ പോയില്ല. നീ എന്തിനാണ് 5 മണിക്ക് എഴുന്നേറ്റത്? വൈ ഡിഡ് യു ഗെറ്റ് അപ്പ് അറ്റ് 5? നിനക്ക് ഇത്ര നേരത്തെ എഴുന്നേൽക്കേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു. ഇതിന്റെ അർത്ഥം എന്താ? ഒരു കാര്യവും ഇല്ലായിരുന്നു, പക്ഷെ ആൾ എഴുന്നേറ്റു. അതായത് ആവശ്യമില്ലാത്ത ഒരു കാര്യം ചെയ്തു. ഇത് പറയാൻ ഡിഡിൻ ഹാവ് ടു നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഡിഡിൻ ഹാവ് ടു ഉപയോഗിക്കുമ്പോൾ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, ചെയ്തില്ല എന്നർത്ഥമാണ്. ഇത് ചെയ്യേണ്ട കാര്യമില്ലാത്ത ഒരു കാര്യം ചെയ്തു എന്ന് പറയാൻ നീഡിൻ ഹാവ് തന്നെ ഉപയോഗിക്കണം. വൈ ഡിഡ് യു ഗെറ്റ് അപ്പ് അറ്റ് 5? യു നീഡിൻ ഹാവ് ഗോട്ട് അപ്പ് സോ ഏർലി. യു നീഡിൻ ഹാവ് ഗോട്ട് അപ്പ് സോ ഏർലി. നിനക്ക് നേരത്തെ എഴുന്നേൽക്കേണ്ട കാര്യമില്ലായിരുന്നു, നീ എഴുന്നേറ്റു. ആവശ്യമില്ലാത്തൊരു കാര്യം ചെയ്തു എന്ന് പറയാനാണ് നീഡിൻ ഹാവ് പ്ലസ് V3 ഉപയോഗിക്കുന്നത്. ഡിഡിൻ ഹാവ് ടു ഉപയോഗിക്കുന്നത് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് പറയാനാണ്. എനിക്ക് നേരത്തെ എഴുന്നേൽക്കേണ്ട ആവശ്യമില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ചധികം സമയം ബെഡിൽ തന്നെ കിടന്നു. ഐ ഡിഡിൻ ഹാവ് ടു ഗെറ്റ് അപ്പ് ഏർലി. ഐ നീഡിൻ ഹാവ് ഗോട്ട് അപ്പ് അല്ല, ഐ ഡിഡിൻ ഹാവ് ടു ഗെറ്റ് അപ്പ് ഏർലി. അല്ലെങ്കിൽ ഐ ഡിഡിൻ നീഡ് ടു ഗെറ്റ് അപ്പ് ഏർലി. ഐ നീഡിൻ ഹാവ് ഗോട്ട് അപ്പ് അല്ല, ഐ ഡിഡിൻ നീഡ് ടു ഗെറ്റ് അപ്പ്. എനിക്ക് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു, ചെയ്തില്ല എന്ന് പിന്നീട് പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ചധികം സമയം ബെഡിൽ തന്നെ കിടന്നു. സോ ഐ സ്റ്റേഡ് ലോങ്ങർ ഇൻ ബെഡ്. സോ ഐ സ്റ്റേഡ് ലോങ്ങർ ഇൻ ബെഡ്. ഇവിടെ ഐ നീഡിൻ ഹാവും ഉപയോഗിക്കരുത്. ഐ നീഡിൻ ഹാവ് ഗോട്ട് അപ്പ് ഏർലി എന്ന് പറയുമ്പോൾ എനിക്ക് നേരത്തെ എഴുന്നേൽക്കേണ്ട ആവശ്യമില്ലായിരുന്നു, പക്ഷെ ഞാൻ എഴുന്നേറ്റു എന്നർത്ഥമാണ്. ഐ ഡിഡിൻ ഹാവ് ടു ഗെറ്റ് അപ്പ് ഏർലി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഐ ഡിഡിൻ നീഡ് ടു ഗെറ്റ് അപ്പ് ഏർലി എന്ന് പറയുമ്പോൾ ആവശ്യമില്ലായിരുന്നു, ഞാൻ ചെയ്തതുമില്ല എന്നർത്ഥമാണ്. ആ കെട്ടിടത്തിൽ ഒരു ലിഫ്റ്റ് ഉണ്ട്. ദർ ഇസ് എ ലിഫ്റ്റ് ഇൻ ദാറ്റ് ബിൽഡിംഗ്. അതുകൊണ്ട് നിനക്ക് സ്റ്റെയർസ് കയറേണ്ട ആവശ്യമില്ല. സോ യു നീഡിൻ ക്ലൈംബ് ദ സ്റ്റെയർസ്, അല്ലെങ്കിൽ യു ഡോണ്ട് ഹാവ് ടു ക്ലൈംബ് ദ സ്റ്റെയർസ്. നീഡിൻറ്റ് ഉപയോഗിച്ചാലും ഡോണ്ട് ഹാവ് ടു ഉപയോഗിച്ചാലും ഒരേ അർത്ഥമാണ്. പക്ഷെ പാസ്റ്റിലേക്ക് പോകുമ്പോൾ ഡിഡിൻ ഹാവ് ടുവിനും നീഡിൻ ഹാവ് പ്ലസ് V3ക്കും ഒരേ അർത്ഥമല്ല. ഇനി ഇന്നത്തെ ഹോംവർക്ക്. ഈ ലെസണിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ഈ വീഡിയോ മുഴുവൻ കണ്ടിട്ടുള്ളവർക്ക് ഇത് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കാം. നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസേഴ്സ് താഴെ കമൻസിൽ പോസ്റ്റ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്ന് കരുതുന്നു. ഹാവ് ടു ഉപയോഗിക്കുന്നത് എങ്ങനെ, അതാണ് നമ്മൾ നോക്കിയത്. അതുപോലെ തന്നെ ഹാവ് ടുവും മസ്റ്റും നീഡും ഉപയോഗിക്കുമ്പോൾ ഉള്ള ഡിഫറൻസ്. പലപ്പോഴും ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പാസ്റ്റ് ടെൻസിലേക്ക് പോകുമ്പോൾ അങ്ങനെ എല്ലാം ഉപയോഗിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല നമുക്ക്. ചില സാഹചര്യങ്ങളിൽ രണ്ടും ഉപയോഗിക്കാം, പക്ഷെ മീനിങ് ഡിഫറെൻ്റ് ആയിരിക്കും. വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു എന്ന് കരുതുന്നു. ഇഷ്ടമാവുന്നവരെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.